ഇരട്ട വോട്ട് ആരോപണത്തിൽ വിശദീകരണവുമായി RSS നേതാവ് ഷാജി വരവൂർ. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന ആഗ്രഹത്താൽ നിയമപരമായിട്ടാണ് തൃശൂരിൽ വോട്ട് ചേർത്തത്. ഭാര്യ ജോലി ചെയ്യുന്നത് തൃശൂരിലാണ്. ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് പേര് മാറാത്തത് എന്താണെന്ന് അറിയില്ല. ആലത്തൂരിൽ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്നും ഷാജി വരവൂർ പറഞ്ഞു. സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അവിടെ താമസിക്കുന്ന നിയമം അനുശാസിക്കുന്ന വിധത്തിൽ നമ്മളവിടെ വർഷമായിട്ട് താമസിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നടൻ, ഇഷ്ടപ്പെട്ടൊരു നേതാവ്, അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതിൽ നിയമപരമായിട്ടൊരു തെറ്റുമില്ലാത്തതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് അപേക്ഷ കൊടുത്തു. അങ്ങനെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അവിടെ വോട്ടുണ്ടാവുകയാണ് ചെയ്തത്. ഞാനൊരു ധാർമ്മിക വിഷയങ്ങളെക്കുറിച്ചിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണ് എന്നതുകൊണ്ട് ആ ധാർമ്മികത ഈ വോട്ടിൻ്റെ കാര്യത്തിലും വേണം എന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് നിയമം അനുശാസിച്ചിട്ട് പോലും ഞാൻ വോട്ട് ചെയ്യാതെ എൻ്റെ ആലത്തൂരിൽ പോയും അവിടെയാണ് ഞാൻ വോട്ട് ചെയ്തത്. എൻ്റെ ഭാര്യയും. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ആരോപണം നിഷേധിക്കുകയാണോ? ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് തൃശ്ശൂരിലേക്ക് മാറി എന്നാണോ ഇദ്ദേഹം പറയുന്നത്? സ്മൃതി, അങ്ങനെ തന്നെയാണ്. ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്തിട്ടില്ല, ഇരട്ട വോട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഷാജി വരവൂർ എന്ന RSSന്റെ ജില്ലാ നേതാവ് വിശദീകരിക്കുന്നത്. അതേസമയം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഭാര്യ തൃശ്ശൂർ ഒല്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൂങ്കുന്നത്തെ ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറിയത്. അതൊരു സുഹൃത്തിൻ്റെ ഫ്ലാറ്റാണ്. അവിടെ വോട്ട് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. തനിക്കും ഭാര്യയ്ക്കും തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് ചേർക്കുകയും ചെയ്തു. പക്ഷേ അമ്മയ്ക്കും അതോടൊപ്പം തന്നെ മറ്റ് കുടുംബാംഗങ്ങൾക്കും ഇത്തരത്തിൽ തൃശ്ശൂരിലേക്ക് മാറാനോ അവിടെ വോട്ട് ചെയ്യാനോ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് താൻ ആലത്തൂരിലെ സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യുകയും ചെയ്തത്. അത്തരത്തിൽ രണ്ട് സ്ഥലത്തും വോട്ട് ഉണ്ട് എന്ന കാര്യം അവസാനം മാത്രമാണ് തനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ധാർമ്മികമായി താൻ നിലകൊള്ളുന്നത് കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടും അവിടെ ചെയ്യാതെ തൻ്റെ മണ്ഡലമായ ആലത്തൂരിൽ മാത്രം വോട്ട് ചെയ്തത് എന്ന വിശദീകരണമാണ് ഇപ്പോൾ ഷാജി വരവൂർ നൽകുന്നത്. എന്തായാലും നേരത്തെ പുറത്തു വന്ന വാർത്ത അത് തൃശ്ശൂർ മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ ആലത്തൂർ മണ്ഡലത്തിലും ഷാജിക്കും ഭാര്യ ദീപ്തിക്കും വോട്ട് ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ വരവൂരിൽ മാത്രമാണ്, അതായത് ആലത്തൂർ മണ്ഡലത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ വരവൂരിൽ മാത്രമാണ് ഷാജിക്ക് വോട്ടുണ്ടായിരുന്നത്. അവിടെയാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒക്കെ തന്നെ. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് ചേർക്കുകയായിരുന്നു. തൃശ്ശൂർ നഗരത്തിൽ പൂങ്കുന്നത്തെ ഒരു ഫ്ളാറ്റിൽ ആ ഫ്ളാറ്റിൻ്റെ വിലാസത്തിൽ വോട്ട് ചേർക്കുകയായിരുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. പക്ഷേ അത്തരത്തിൽ തനിക്ക് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് അനധികൃതമായി ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ താൻ അവിടെയല്ലേ വോട്ട് ചെയ്യുക എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തായാലും ഈ പൂങ്കുന്നത്തെ നിരവധി ഫ്ളാറ്റുകളിൽ ഇത്തരത്തിൽ നിരവധി താമസക്കാർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരികയും അത്തരത്തിൽ അവരുടെ മേൽവിലാസം അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഷാജിയുടെ പേരും ഉയർന്നിരിക്കുന്നത്. പക്ഷേ ഷാജി ഇപ്പോൾ പറയുന്നത് അദ്ദേഹം തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നതാണ്. എന്തായാലും ആരോപണം കടുപ്പിക്കുകയാണ് UDFും LDFും. ഇത്തരത്തിൽ നിരവധി ആളുകൾ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതേസമയം മറ്റ് പല നേതാക്കൾക്കും CPMൻ്റെയും കോൺഗ്രസിൻ്റെയും പല നേതാക്കൾക്കും സമാനമായ രീതിയിൽ ഇരട്ട വോട്ടും മറ്റും ഇല്ലേ എന്നതാണ് BJP നേതാക്കളും ചോദിക്കുന്നത്. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.